ഞാനിനി നിങ്ങൾ അറിയാതെ ഒന്നും ചെയ്യില്ല സുധേട്ടൻ. അയ്യോ, നിന്നെ ഇനി ഈ വീട്ടിൽ എന്റെ ഭാര്യയായിട്ട് താമസിപ്പിക്കാൻ നിർവാഹമില്ല. ഏതെങ്കിലും ആശ്രമത്തിലോ അനാഥാലയത്തിലോ എവിടാന്ന് വെച്ചാ പോയി ജീവിക്ക്. അങ്ങനൊന്നും പറയല്ലേ. ഇവിടുന്ന് ഇറക്കി വിട്ടാ പിന്നെ ഞാൻ എവിടെ പോവും? നീ എങ്ങോട്ട് വേണേലും പൊക്കോ. ഭൂമി ഇങ്ങനെ പരന്നും വഴി എങ്ങനെ നീണ്ടും കിടക്കല്ലേ. അതും അല്ലെങ്കിൽ പോയി കെട്ടിത്തൂങ്ങി ചാവ്. അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പൊയ്ക്കോ. എന്തൊരു ദുഷ്ടത്തരോ നിങ്ങളീ പറയുന്നത്. ഇത്രയും നാളും നിങ്ങളുടെ ഭാര്യയായിരുന്നു എന്നോടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എടി, ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ ധർമ്മം അറിയണം. ആ ധർമ്മത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണോ നീ ഇവിടെ ചെയ്തു കൂട്ടിയത്? ഇനി നിന്നെ സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. എങ്ങോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കോ. അടയ്ക്കല്ലേ സുധേട്ട, അടയ്ക്കല്ലേ സുധേട്ട, സുധേട്ട, സുധേട്ട പ്ലീസ്. ദുഷ്ടൻ. അമ്മയ്ക്ക് എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. വെറുത്തുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും അമ്മ കാണിക്കണം. എന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈശ്വരൻ തന്നെ അതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞു തന്നു. ഒരിക്കൽ അബദ്ധത്തിൽ എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് അമ്മയുടെ മോനെ വിവാഹം കഴിക്കേണ്ടി വന്നു. എന്നായാലും ഒരു ദിവസം പരസ്പരം പിരിഞ്ഞു പോകേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മുറിയിൽ രണ്ട് അപരിചിതരെ പോലെ ഞങ്ങൾ ജീവിച്ചു. മറ്റുള്ളവർക്ക് മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചു. എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വീട്ടിൽ അമ്മ വിശ്വസിക്കുന്ന കണ്ണന്റെ മുന്നിൽ വെച്ച് DK എന്റെ കഴുത്തിൽ വീണ്ടും താലി കിട്ടി. ശരിയല്ല? ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാ അവൻ അങ്ങനെ ചെയ്തത്. അത് നീ മറന്നുപോയോ? മറന്നിട്ടില്ല, ഓർമ്മയുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ അമ്മ, എന്തിനാ അമ്മ അന്നങ്ങനെ ചെയ്യിച്ചത്? മറുപടി പറയാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ എനിക്കറിയാം, ഈശ്വരന അമ്മയെ കൊണ്ടത് തോന്നിപ്പിച്ചത്. അതൊരിക്കൽ മാത്രം സംഭവിച്ചതാണെന്ന് കരുതി അങ്ങ് മറക്കാം. പക്ഷെ ഇന്ന് സംഭവിച്ചതോ? സീതാരാമന്മാരായി പരസ്പരം വീണ്ടും മാലയിടേണ്ടി വന്നു. ആരുടെ വിധി അമ്മ അത്? മായയും ശ്രീറാമും ചടങ്ങിനിരിക്കണം എന്നല്ലേ തീരുമാനിച്ചത്? പക്ഷെ ദൈവത്തിന്റെ വിധി ഞാനും DKയും സീതാരാമന്മാരാകണമെന്നായിരുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ അമ്മ? DKയും എന്നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ എന്തോ ഒന്നുണ്ട് എന്ന് തന്നെയല്ലേ? നിന്നോട് കംപ്ലീറ്റ് ആയിട്ട് ക്ഷമിക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. അത്രയ്ക്കായിരുന്നു നീ എന്റെ മോനോട് ചെയ്തത്. ആ ജയരാമന്റെ ചതിയില് ഞാൻ വീണുപോയി. DK രക്ഷിക്കാൻ തന്നെയായിരുന്നു എന്റെ ശ്രമം. പക്ഷെ സാധിച്ചില്ല. നീ ഈ പറഞ്ഞത് കേട്ടപ്പോ ഇതിലെന്തോ സത്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നു.
അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സീതാരാമന്മാരായി മാരേജ് കഴിക്കാൻ ദൈവം തന്നെയാണ് നിന്നെ ആ ക്ഷേത്രത്തിൽ ആ സമയത്ത് കറക്റ്റ് കൊണ്ടുവന്ന് എത്തിച്ചത്. അമ്മ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കേണ്ട, ഒരു വേലക്കാരിയായിട്ട് കണ്ടാ മതി. പക്ഷെ DK ഞാൻ ചതിച്ചിട്ടില്ലെന്ന് മാത്രം അമ്മ വിശ്വസിച്ചാ മതി. ആ തെളിവൊന്നും ഞാൻ എടുത്തു കൊടുത്തതല്ല, സത്യം. ഈ പാദം തൊട്ട് ഞാൻ സത്യം ചെയ്യാം, ചതിച്ചിട്ടില്ല. അമ്മയുടെ മോനെ ഞാൻ ചതിച്ചിട്ടില്ല. സംഭവിച്ചതൊന്നും നിന്റെ തെറ്റല്ല മോളെ, വിധി. അവന്റെ ജാതകത്തിൽ കാരാഗ്രഹവാസത്തിന് യോഗം കാണും. അത് ഇങ്ങനൊക്കെ തീർന്നെന്ന് കരുതിയാ മതി. ഇനിയെങ്കിലും നീ അവനൊരു നല്ല വൈഫും അവൻ നിനക്കൊരു നല്ല ഹസ്ബൻഡും ആകുമെങ്കിൽ അമ്മയ്ക്കത് മതി. അമ്മ എന്നോട് ക്ഷമിക്കമ്മ. സാരമില്ല മോളെ, എല്ലാം ശരിയാവും. എടി വൃത്തിയിട്ടവളെ, നീ കൂടെ നിന്ന് കാല് വാരിയല്ലേ? ഞാൻ ആരുടെയും കാല് വാരിയിട്ടൊന്നുമില്ല. എന്നിട്ടാണോ എനിക്ക് ഗതികേട് വന്നത്? വല്ലാത്ത കൊതുകേടിയും കൊണ്ട് ഞാൻ പുറത്ത് കിടക്കുന്നു. നാശം മുഴുവൻ വരുത്തി വെച്ച് നീ സുഖമായിട്ട് അകത്തും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചകത്ത് കയറ്റാനുള്ളൊരു വഴി നോക്ക്. ഞാനിപ്പോ എന്ത് വഴി നോക്കാൻ അമ്മ? അമ്മ തന്നെ പോയി അച്ഛന്റെ കാല് പിടിക്ക്, അതേ ഉള്ളു വഴി. എടി, ഞാൻ ആവുന്നേ പറഞ്ഞു നോക്കി, അങ്ങനെ സമ്മതിക്കുന്നില്ല. പ്രിയമോളെ, നീ പതുക്കെ എഴുന്നേറ്റ് അടുക്കള പുറത്ത് വാതിൽ തുറക്ക്. എന്നെ കൊണ്ടങ്ങ് വയ്യ. അമ്മ ഒന്നുകൂടെ പോയി അച്ഛന്റെ കാല് പിടിച്ചു നോക്ക്. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ അകത്ത് കയറ്റിയത് തന്നെ ഭാഗ്യം. ഇനി ഞാൻ വന്ന് വാതിൽ തുറന്നു വന്നിട്ട് വേണം എന്നെ കൂടെ അച്ഛൻ ഇറക്കി വിടാൻ. പുറത്തു കിടന്ന് കൊതുകടി കൊള്ളാൻ എന്നെ കൊണ്ട് വയ്യ. നന്ദിയില്ലാത്തവളെ, നിന്റെ കൂടെ നിന്നിട്ടാ എനിക്ക് ഗതി വന്നത്. അമ്മയുടെ ആർത്തി എല്ലാത്തിനും കാരണം. എനിക്ക് ഇങ്ങനെ തന്നെ വേണോടി. പ്രേമിക്കാൻ പോയത് നീ, എന്നിട്ടിപ്പോ പുറത്തായത് ഞാനും. അതെ, അമ്മ ഒന്ന് പോയേ. ഇന്ന് എന്തായാലും അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ആ പൂമുഖത്തെങ്ങാനും പോയി കിടന്ന് ഉറങ്ങ്. രാവിലെ എങ്ങനെയെങ്കിലും കാല് പിടിച്ച് തിരിച്ചു കയറ്റാം. പൂമുഖത്ത് കിടക്കാനോ? ഞാനോ? അല്ല, അമ്മയുടെ പ്രേതം. ഒന്ന് പോയേ അമ്മ. അമ്മ ഒന്ന് പോയേ, എനിക്കിപ്പോ ഉറങ്ങണം. എടി, നീ നശിച്ചു പോടി. ഒരു കാലത്തും നീ ഗുണം പിടിക്കില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഒന്ന് അങ്ങോട്ട് പോയേ അമ്മ, എനിക്ക് ജനലടയ്ക്കണം. എന്ത് സംഭവിച്ചാലും ഇന്നിനി അച്ഛൻ അറിയാതെ ഞാൻ വാതിൽ തുറന്ന് തരില്ല. വാതിൽ മുട്ടുന്നു, അച്ഛനാണെന്ന് തോന്നുന്നു. പ്രിയമോളെ, എന്നാ പിന്നെ നീയും കൂടെ പുറത്തിറങ്ങി വാടി. നമുക്ക് രണ്ടുപേർ കൂടെ പൂമുഖത്ത് കിടക്കാം. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാടി. അയ്യടാ, എനിക്കൊന്നും വയ്യ. അമ്മ അങ്ങ് ഒറ്റയ്ക്ക് കിടന്നാ. എന്താ ആ ജനാലൊക്കെ നിൽക്കുന്നവർക്ക് വാതില് തുറന്നു കൊടുത്താൽ പിന്നെ നീയും പുറത്താ. ഇല്ലച്ചാ, ഓർമ്മ വേണം. ആ ജനലം അടച്ചേക്ക്. എടി അഹങ്കാരി, നിന്റെ തലയിൽ പാമ്പ് പോത്തൂടി. അമ്മ ഒന്ന് പോയമ്മേ. അടക്കില്ല എടി, ജനൽ അടക്കില്ലടി. ഓ എടി, പ്രിയ, എടി അടക്കില്ല.
പ്രിയ ജന്മ തുറക്ക്. പ്രിയ തന്തടയല്ലേ മോള്. നീ എന്താ കാണിക്കുന്നത്? ഭർത്താവിന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചിട്ട് വേണം എല്ലാ ഭാര്യമാരും ദിവസവും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ചില പുരാണ പുസ്തകങ്ങളിലും കഥകളിലും ഒക്കെ ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ത്? ഭർത്താക്കന്മാരോട് ഭാര്യമാർക്കുണ്ടാകേണ്ട കടമകളെ കുറിച്ച്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പക്ഷേ ഈ ഭ്രാന്തിന് ഒരു സുഖമുണ്ട് ഹിറ്റ്ലറെ. സുഖമുള്ള ഭ്രാന്ത്? അതെ, നിനക്ക് വല്ല സൈക്കാട്രിസ്റ്റിനെ കാണണം. വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കാം. ഇനി അങ്ങോട്ട് ഒരുപാട് ഷോക്ക് അടിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ ഹിറ്റ്ലറെ. ധൃതി കൂട്ടല്ലേ. എന്റെ പ്രേമത്തിന്റെ ചൂടറിഞ്ഞ നിങ്ങൾക്ക് ഷോക്ക് മാത്രല്ല, ചിലപ്പോ ഹാർട്ട് അറ്റാക്കും വരും. നീ എന്തൊക്കെയാ പറയുന്നത്? എന്ത്? ഭാര്യയ്ക്കും ഭർത്താവിനും പ്രേമിച്ചൂടെ? ഭാര്യയും ഭർത്താവും തമ്മിലാ യഥാർത്ഥത്തിൽ പ്രേമിക്കേണ്ടത്. അതിന് നിന്നെ ഞാൻ എന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ? നിങ്ങൾ എന്നെ അംഗീകരിക്കണ്ട. പക്ഷേ ഞാൻ നിങ്ങളെ എന്റെ ഭർത്താവായി ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. മാറിക്കടി. നീ എന്തേ കാണിക്കുന്നത്? നിങ്ങളോട് എനിക്ക് അന്തമിട്ട പ്രേമോ ഹിറ്റ്ലറെ. അനാവശ്യം പറയരുത്. നിന്റെ കുട്ടികളെ എന്നോട് വേണ്ട. നിന്നെ ഞാൻ ഊളന്മാരെ കൊണ്ടിടും, പറഞ്ഞേക്കാം. നിക്ക് 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 നിക്ക്. എന്നാലും ഞാൻ നിങ്ങളെ പ്രേമിക്കും. അബദ്ധത്തിൽ ഞാൻ നിങ്ങളെ ഒരു തവണ വിവാഹം കഴിച്ചു, അത് സത്യ. പക്ഷെ നിങ്ങളോ? അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇത് രണ്ടാമത്തെ തവണയാ. ഇനി ചത്താലും ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. പ്രേതമായി നിങ്ങൾക്ക് ചുറ്റും അലഞ്ഞു നടക്കും, സുപ്രിയെ പോലെ. ആണി അടിച്ച് നിന്നെ വല്ല പാലമരത്തിൽ തിറക്കണം. നിന്റെ ഈ ഭ്രാന്തിന് അതാ പറ്റിയ മരുന്ന്. ഇനി നിങ്ങളെ മറക്കാൻ എനിക്ക് പറ്റില്ല ഡീക്കെ. ഞാൻ നിന്നെ ഓർക്കുന്നേയില്ല. പക്ഷെ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും ഹിറ്റ്ലറെ? ഞാനൊരു പെണ്ണല്ലേ. വിഷുവിന്റെ അന്ന് രാത്രി ബോധം കെട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്ത് ചെയ്തെന്ന് ചുമ്മാ തോന്നിയ ദിവസം പറയരുത്. നിങ്ങൾ എന്നെ അന്ന് രാത്രി നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ ആക്കിയില്ലേ? എന്റെ എല്ലാം നിങ്ങൾ കവർന്നെടുത്തില്ലേ? കുന്തം, നീ എന്താ നാടകം കളിക്കാണോ? നിന്റെ ഈ തന്ത്രമൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല. നിന്റെ എല്ലാം കവർന്നെടുത്ത് പോലും. കുഴപ്പമായിന്നാ തോന്നുന്നെ. ഞാനത് അമ്മയോട് പറഞ്ഞിട്ട് വരാവേ. ഈശ്വര, ഇവിടെ എന്തൊക്കെ ഭ്രാന്തായി കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇവിടെ നിന്ന് ഓടിച്ചേ പറ്റൂ. ഈ നാശം പിടിച്ചോണ്ട് ഇതുവരെ പോയില്ലേ? നിന്നോട് ഇവിടെ കിടന്നുറങ്ങാൻ ആര് പറഞ്ഞടി? നിങ്ങൾ അകത്ത് കയറ്റാതെ ഞാൻ പിന്നെ എവിടെ കിടന്നുറങ്ങും?
നിന്നോട് ഇവിടെ ഇറങ്ങി പോകാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ എവിടെ പോവും? എവിടെ വേണേലും പൊയ്ക്കോ. ഞാൻ എങ്ങും പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. എടി, നിന്നെ കൊന്നാ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. അപ്പൊ എന്റെ മോള് തനിച്ചാവും. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. പൊയ്ക്കോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഈ അരമതിലിൽ തണുത്ത് വിറച്ചാ കിടന്ന്. രാവിലെ ചായ കുടിക്കാഞ്ഞിട്ട് എന്റെ വയറ് കത്തുന്നു. നീ മനുഷ്യ, ഞാൻ ഒന്നകത്ത് കയറിക്കോട്ടെ. നിന്നെ ഇനി ഈ ജന്മം ഞാൻ ഇതിനകത്ത് കയറത്തില്ല. ഇറക്കി വിട്ടത് തന്നെ. നിന്റെ സ്ഥാനം ഇനി ഈ വീടിന് പുറത്ത്. അങ്ങനെ പറയല്ലേ സുധേട്ട. ഞാൻ കാല് പിടിക്കുക. ഇനി ഈ ജന്മത്തിൽ നിങ്ങൾ പറയുന്നതേ ഞാൻ അനുസരിക്കും. നിങ്ങളോട് പറയാതെയും നിങ്ങൾ അറിയാതെയും ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ ഭാഗത്തുനിന്ന് പറ്റിയതൊക്കെ പൊറുക്കണം. പ്ലീസ് സുധേട്ട, പ്ലീസ്. പ്ലീസ് സുധേട്ട. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? എടി നന്ദിയില്ലാത്തവളെ, നിനക്ക് വേണ്ടി ഞാൻ ഇത്ര അനുഭവിച്ചത്. അതിന്റെ നന്ദിയെങ്കിലും കാണിക്കടി സുധേട്ട. ഒരൊറ്റ തവണത്തേക്ക് എന്നോട് ക്ഷമിക്കും സുധേട്ട. നീ ചെയ്ത തെറ്റിന് നിന്നെ തല്ലിക്കൊന്ന് ഈ വീടിന്റെ മുറ്റത്ത് കെട്ടിത്തൂക്കുക വേണ്ടത്. ഞാനത് ചെയ്യാത്തത് ഞാനൊരു ഭീരുവായതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. ഇത്തിരിയെങ്കിലും അഭിമാനം ബാക്കിയുള്ളതുകൊണ്ടാ. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ എന്തെങ്കിലും ചെയ്താ പിന്നെ നീ വീട്ടിലെന്നല്ല, ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവത്തില്ല. കേറി പോക്കോ. അയ്യോ, അതെ, ഈ പറഞ്ഞതേ നിനക്കും കൂടി ബാധവാ. ഓർമ്മ വേണം. അങ്ങനെ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ കുടുംബക്ഷേത്രത്തിൽ മുടങ്ങാതെ പൂജയും വിളക്കൊക്കെ വയ്ക്കണം. അതിനല്ലേ അമ്മാവൻ അവിടെ ഉള്ളത്. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മാവൻ തന്നെ അങ്ങ് ചെയ്താ മതി. നീ എന്തുവാടാ ഈ പറയുന്നേ? മാർക്കറ്റിൽ പോയി മത്തി വാങ്ങുന്നത് പോലെയല്ല അമ്പലത്തിലെ പൂജാ കാര്യങ്ങള്. അതിന് അവകാശപ്പെട്ടവര് തന്നെ അവിടെ വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ചേട്ടനല്ലേ ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ കാർന്നോര്. ചേട്ടൻ തന്നെ ചെയ്താൽ മതിയല്ലോ എല്ലാം. പെങ്ങളെ, അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റത്തില്ല. കാര്യം ഇവൻ കാശൊക്കെ തരും. ഞാൻ അവിടെ വേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷേ പരദേവതകളുടെ അനുഗ്രഹം കിട്ടത്തില്ല. അതിന് അവകാശികൾ തന്നെ നേരിട്ട് വരണം, അനുഗ്രഹം തേടണം. ഡാവേ, നിന്റെ പെണ്ണുപിള്ളയുടെ വീട്ടിലെ ഉത്സവത്തിന് പോയപ്പോ അവിടെ നീ എല്ലാം അങ്ങ് ചെയ്തല്ലോ. ഉത്സവം നടത്തലും രക്ഷാധികാരി ചമയലും അമ്മായി അച്ഛന്റെ കടം തീർക്കലും, ഓഹോ എന്തെല്ലാം. പിന്നെ അവിടെ ചെന്ന് ഗുണ്ടായുസവും. നോക്കാം, അതുപോലല്ലേ ഇത്. സ്വന്തം തറവാട്ടുകാര്യമാണ്, അത് ഓർമ്മ വേണം. എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്ന് അമ്മാവൻ അറിഞ്ഞൂടെ? ഓ, ഭാര്യ വീട്ടിലാകാം, സ്വന്തം കുടുംബത്തിലൊന്നും ചെയ്യത്തില്ലല്ലോടാ. നോക്ക, ഇനിയും ജയിലിൽ കയറണോ നിനക്ക്? അനർത്ഥങ്ങളാണ് കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടുപഠിച്ചില്ലെങ്കിൽ നീ കൊണ്ടുപഠിക്കും. ചേട്ടൻ വിഷമിക്കണ്ട. അവന് പകരം ഞാൻ വന്നു നിന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യാം. പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ആരെങ്കിലും ഒക്കെ വന്നാ മതി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, പോയി റെഡി ഇട്ടുവാ. നീ ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ തന്നെയോ? ആ, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലോ പോന്നെ. ഇടി പത്മാവതി, നാളെ രാവിലെ ശ്രീകോവിലിന്റെ താക്കോൽ വാങ്ങാനുള്ളതാ. മോനെ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അമ്മ ഒറ്റയ്ക്കോ? ഞാൻ ഒറ്റയ്ക്ക് മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഐ കോൾ യു.
ചേട്ടാ ആ ചേട്ടൻ നിക്ക്, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം. ആ, പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ആ, ദാ വരും. പെട്ടെന്ന് വേണം. ഡാ മോനെ, പറയുമ്പോ നമ്മളെല്ലാം പോയോ? ചുമ്മാതല്ലേ ഗതി പിടിക്കാത്തത്. പൂട്ടുന്ന കാളയ്ക്ക് വിത്തെറിയാൻ പോകരുതെന്നാ അവന്റെ വിചാരം. കൊയ്യേണ്ടി വരും പറഞ്ഞോളൂ. ഉറങ്ങുമ്പോ വരെ കോട്ടിട്ടുകൊണ്ട് കിടക്കുന്നവനാണ് എന്നോട് വർത്തമാനം പറയാൻ വന്നിരിക്കുന്നത്. ഹലാ. അമ്മ പോകാൻ തന്നെ തീരുമാനിച്ചോ? യെസ് ബേട്ടി, കുടുംബത്തിലെ ടെമ്പിൾ നശിച്ചു കിടന്നാലേ അതിന്റെ ദോഷേ എല്ലാവർക്കും ഉണ്ടാവും. ഫാമിലിയിൽ ഡെയിലി പ്രോബ്ലങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ദേവനും ജ്യോതിയും കൂടെ പോയി ചെയ്യേണ്ട കാര്യങ്ങളാ ഇതൊക്കെ. അമ്മയെ കൊണ്ട് അവിടെ ചെന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? വൈ നോട്ട്? ചെയ്യണമെന്ന് വിചാരിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആരെങ്കിലും ഒരു സഹായത്തിന് അമ്മയുടെ കൂടെ വന്നാലോ? നോ നോ നോ, അവിടെ നിങ്ങളുടെ 3 പേരുടെ ഹെൽപ്പ് വേണ്ട. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഈ വീട് ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കിയാൽ മതി. അതിനമ്മയുടെ മരുമകളും കൂടി വിചാരിക്കണം.